വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് മുന്നിൽ ഉള്ളത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ച് NIA വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. കുറ്റവാളി കൈമാറ്റം വിജയകരമാണെന്നും UAPA റാണയ്ക്കെതിരെ ചുമത്തിയെന്നും NIA അറിയിച്ചിരിക്കുന്നു. റാണയെ പട്യാലയിലെ പ്രത്യേക NIA കോടതിയിലാകും ഹാജരാക്കുക. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, എപ്പോഴാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്? എന്തൊക്കെയായിരുന്നു ആ നടപടിക്രമങ്ങൾ? എപ്പോഴായിരിക്കും NIA കോടതിയിൽ റാണയെ ഹാജരാക്കുക? ലക്ഷ്മി, എപ്പോഴാണ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് എന്ന് വ്യക്തമാകുന്ന അവ്യക്തത തുടരുകയാണ്. കാരണം NIA പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നില്ല. NIA അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു UAPA പ്രകാരം എന്ന് മാത്രമാണ് NIA വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ എത്തിച്ചു. കുറ്റവാളി കൈമാറ്റ കരാർ പ്രകാരം ഇന്ത്യയിൽ ബോംബെ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനെ എത്തിച്ചു എന്നാണ് പത്രക്കുറിപ്പിലെ വരികൾ. അതുകൊണ്ട് തന്നെ എപ്പോൾ എങ്ങനെ എത്തിച്ചെന്നോ എപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളും NIAയുടെ വാർത്താക്കുറിപ്പിലില്ല. അത് സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളും അല്ലെങ്കിൽ രാജ്യസുരക്ഷയും സംബന്ധിച്ചത് കൊണ്ടാവാം. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നതിന് സ്വകാര്യ പ്രൈവറ്റ് ജെറ്റിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഗൾഫ് സ്ട്രീം AUJ 96M എന്നുള്ള സ്വകാര്യ കൊടുനാമത്തിലുള്ള സ്വകാര്യ ജെറ്റിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇത്രയും വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇതും കൺഫേം ചെയ്യാൻ NIA തയ്യാറായിട്ടില്ല. ഏതായാലും ഒരു കാര്യം നമുക്കിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റുന്നത്, NIA കോടതി, പട്യാല ഹൗസിലെ NIA കോടതി റാണയെ ഹാജരാക്കുന്നതിന് വേണ്ടി പൂർണ്ണ സജ്ജമാക്കിയിരിക്കുകയാണ്. കാരണം NIAയുടെ അഭിഭാഷകനടക്കം ദയാൽ കൃഷ്ണൻ അടക്കമുള്ള വ്യക്തികൾ അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാധ്യമങ്ങളെയും അഭിഭാഷകരെയും പൂർണ്ണമായി പുറത്താക്കിയിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത കോർട്ട് സ്റ്റാഫിനെ പോലും കോടതിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. മുഴുവൻ പോലീസ് വലയത്തിനുള്ളിലാണ് കോടതി. ആ പോലീസ് വലയത്തിൽ പുറമെ ഡൽഹി പോലീസും അകത്ത് പാരാമിലിറ്ററി, അതായത് BSF അടക്കമുള്ള ദ്രുതകർമ്മസേന അടക്കമുള്ള സൈന്യത്തെയും അർദ്ധസൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ NIA കോടതിയിലേക്ക് റാണയെ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്, ഏത് വാഹനത്തിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ നിശ്ചയവുമില്ല. ഇപ്പോൾ തന്നെ റാണ ഇപ്പോൾ ഉള്ളത് നമുക്ക് വ്യക്തമായി പറയാം. റാണ ഇപ്പോൾ ഉള്ളത് ടെക്നിക്കൽ ഏരിയ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഗസ്റ്റ് ഹൗസിലാണ് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ട്. കാരണം ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തു കടക്കാൻ. അതുകൊണ്ട് തന്നെ ഇതുവരെ റാണ പുറത്തു കടന്നിട്ടില്ല എന്നാണ് രാവിലെ മുതൽ മാധ്യമ പ്രവർത്തകരും നിരവധി ക്യാമറകളും രാവിലെ മുതൽ തന്നെ ഈ 1-ാം നമ്പർ ഗേറ്റിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം NIA അറസ്റ്റ് ചെയ്തു എന്നുള്ള ഔദ്യോഗിക വിവരവും ഈ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് റാണ പുറത്തു പോയിട്ടില്ല എന്ന വിവരമാണ്. ഏതായാലും തീർച്ചയായും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടത് മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചു എന്ന കാര്യം. അത് സ്ഥിരീകരിച്ചുകൊണ്ട് NIA വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു. കുറ്റവാളി കൈമാറ്റം വിജയകരമാണെന്നും UAPA റാണയ്ക്കെതിരെ ചുമത്തിയെന്നും NIA അറിയിച്ചിരിക്കുന്നു. അത് രണ്ടാമത്തെ കാര്യം. റാണയെ പട്യാലയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഡൽഹിയിൽ നിന്ന് ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.